വർഷം 2004. നീളൻ മുടിയുമായി ഒരു കാളക്കുറ്റനെ പോലെ കടന്നുവന്ന് തനിക്ക് നേരെ പാഞ്ഞെത്തിയ പന്തുകളെ ഗാലറിയിലേക്കും സ്റ്റേഡിയത്തിന് പുറത്തേക്കും അനായാസം പറഞ്ഞയച്ച ഒരു 25-കാരൻ. വർഷങ്ങൾ കഴിഞ്ഞു കരിയറിന്റെ ആരംഭത്തിൽ കണ്ടിരുന്ന അഗ്രസീവ് യങ് മാൻ മെല്ലെ പക്വതയുള്ള ഒരു കപ്പിത്താനായി മാറി. ഇന്ന് ശരീരത്തിൽ പ്രായമായതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. മനസ്സിനൊത്ത് മെയ് വഴങ്ങുന്നില്ല, തന്ത്രങ്ങളുടെ മൂർച്ചയേറ്റിരിക്കുന്നു. ഇങ്ങനെ വിമർശനങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ ഇത് തന്നെയാണോ ധോണിക്ക് വിരമിക്കാനുള്ള ഉചിതമായ സമയം എന്ന് ചിന്തിച്ചു പോകും. ഇന്ത്യൻ ക്രിക്കറ്റിലെ അതികായനാണ് ധോണി. അങ്ങനെ ഒരു സ്ഥാനം ധോണി നേടിയെടുത്തത് എന്നും അപ്രതീക്ഷിത തീരുമാനങ്ങളെടുത്തും തന്റെ ഈ തീരുമാനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ചും കൊണ്ടാണ്. ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയ ശേഷം റാഞ്ചിയിൽ നിന്നുള്ള പയ്യന് ആദ്യത്തെ 5 മത്സരങ്ങളിൽ കാര്യമായി ഒന്നും ചെയ്യാനായില്ല. താൻ ടീമിൽ നിന്നും പുറത്തായേക്കുമെന്ന സന്ദർഭത്തിലാണ് പാകിസ്ഥാനെതിരെ 148 റൺസ് പിറക്കുന്നത്. ടീമിലെത്തി 3 വർഷം പിന്നിടുമ്പോൾ തന്നെ പ്രഥമ T20 ലോകകപ്പ് ടീമിന്റെ നായകനായി ധോണി നിയമിതനായി. അപ്പോൾ പ്രായം 28. സീനിയറായ അനേകം താരങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ധോണി ക്യാപ്റ്റനായി? മറ്റു ടീമുകളെ അപേക്ഷിച്ച് താരതമ്യേന വളരെ കുറവ് T20 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഇന്ത്യൻ ടീമിനെ ഈ പയ്യൻ എങ്ങനെ നയിക്കും? പ്രത്യേകിച്ച് ടീമിനെ മുമ്പ് നയിച്ച പരിചയമില്ലാത്ത ഇദ്ദേഹം. ഇന്ത്യയിലെ വമ്പൻ പേരുകളൊന്നുമില്ലാത്ത ഒരു യുവനിരയുമായി അന്നത്തെ മൈറ്റി ഓസീസ് അടക്കമുള്ള ശക്തമായവരെ എങ്ങനെ നേരിടും? ഈ ചോദ്യങ്ങളെല്ലാം ഒരു ചെറുപുഞ്ചിരി കൊണ്ട് മാത്രം നേരിട്ട ധോണി അതിനൊക്കെ മറുപടിയായി നൽകിയത് T20 കിരീടം സമ്മാനിച്ചുകൊണ്ടാണ്. ധോണിയുമായി ടൂർണമെന്റിന് പോയാൽ പരാജയപ്പെടുമെന്ന് പറഞ്ഞ രവി ശാസ്ത്രിക്ക് ഞാനും എൻ്റെ പിള്ളേരും നിങ്ങളുടെ പ്രവചനം തെറ്റിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ജോഹന്നാസ്ബർഗിൽ നിന്നും കപ്പുമായി ഇന്ത്യയിലെത്തി. പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ ധോണിയുടെ യുഗമായിരുന്നു. ജീവിതത്തിൽ ധോണി പഠിച്ചതും ക്രിക്കറ്റിൽ കാണിച്ചു തന്നതുമായ ഒരു കാര്യം അപ്രതീക്ഷിത തീരുമാനങ്ങളാണ് തന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്നാണ്. ഈ തീരുമാനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരെ ശാന്തരാക്കുകയും ആത്മവിശ്വാസം നൽകുകയുമായിരുന്നു ധോണിയുടെ സക്സസ് മന്ത്രം. ഇതേ മനോഭാവമാണ് ധോണിക്ക് കീഴിൽ എല്ലാ ICC കിരീടങ്ങളും ഇന്ത്യയിലെത്താൻ കാരണം. 2020 രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതു മുതൽ ധോണിയുടെ IPL വിടവാങ്ങലിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു. എങ്കിലും വീണ്ടും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ആ മഹേന്ദ്രജാലം തുടരുകയാണ്. ക്രിക്കറ്റിൽ മാത്രമല്ല, ഏത് കായിക ഇനത്തിലും 43 വയസ്സുള്ള ഒരാൾക്ക് ചെയ്യാനാവുന്നതിന് ഏറെ പരിമിതികളുണ്ട്. ഒരു ബാറ്ററെ സംബന്ധിച്ച് പ്രായം വളരെ പ്രധാനപ്പെട്ട ഘടകവുമാണ്. ഹാൻഡ് ഐ കോർഡിനേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇക്കാര്യങ്ങൾ ശരിവയ്ക്കുന്ന പ്രകടനം തന്നെയാണ് ഈ സീസണിൽ ധോണിയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നതും. ബാറ്റിംഗിൽ വളരെ വൈകി ഇറങ്ങുന്നതും ടീമിനെ കരകയറ്റും വിധമുള്ള ഒരു പ്രകടനം കാണാത്തതും ആരാധകരെ വിഷമിപ്പിക്കുന്നുണ്ട്. അതേസമയം വിമർശനങ്ങളുടെ കൂരമ്പുകളും ഉയരുന്നു എന്നതാണ് വാസ്തവം. IPL 2025 ശേഷം ധോണി IPL നിന്നും വിരമിക്കണമെന്ന് മുൻ ഇന്ത്യൻ താരമായ ജോഗീന്ദർ ശർമ്മ പറഞ്ഞു. 43 വയസ്സുള്ള ഒരാൾക്ക് ലോക്കൽ ക്രിക്കറ്റ് കളിക്കാൻ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശരീരത്തിൽ അതിന്റെ കഷ്ടതകൾ അറിയാനാവുമെന്നും മുൻ ഇന്ത്യൻ താരം സഞ്ജയ് ബംഗാൾ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ ഒട്ടേറെ ക്രിക്കറ്റ് താരങ്ങളും അനലിസ്റ്റുകളും ധോണി വിരമിക്കേണ്ടതിനെ കുറിച്ച് പറയുമ്പോഴും തനിക്ക് അടുത്ത IPL വരെയുള്ള 10 മാസം സമയത്തിനുള്ളിൽ ഫിറ്റ്നസും ബാക്കി കാര്യങ്ങളുമെല്ലാം പരിഗണിച്ച ശേഷം അറിയിക്കുമെന്നാണ് ധോണിയുടെ മറുപടി. തീർച്ചയായും ഡെഫിനറ്റ്ലി നോട്ട് എന്നൊരിക്കൽ കൂടി കേൾക്കാൻ ഏതൊരു തല ഫാനിനും ആഗ്രഹമുണ്ട്. പക്ഷേ പ്രകടനത്തിലേക്ക് വരുമ്പോൾ ആരാധകരെ വീണ്ടും ത്രസിപ്പിക്കുന്ന കൂറ്റനടികളും മിന്നൽ സ്റ്റംപിങ്ങുകളും എല്ലാം തന്നെ ക്രിക്കറ്റ് ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇതാണോ ധോണിക്ക് വിരമിക്കാനുള്ള ഉചിതമായ സമയം? കമന്റ് ബോക്സിൽ പറയൂ.